എത്ര കൊല്ലം മുമ്പ് പണ്ഡിതന്മാർ വ്യാഖ്യാനം എഴുതിയെന്നാ ഞാൻ പറഞ്ഞത്? എത്ര കൊല്ലം മുമ്പ് എന്നാ പറഞ്ഞത്? ഇല്ല, അതാണ്. അതുകൊണ്ട് ഇനിയും കൊണ്ട് ചോദിക്കുന്നത് പറയണമെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം. 500 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്താണ് എഴുതിയത്? ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പാടില്ല. മിനൽ അശ്യാഇൽ അജീബത്തിൽ ഗരീബത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുർആൻ ഇറങ്ങുമ്പോൾ പരിചയമില്ലെന്ന് മാത്രമല്ല, എന്നിട്ട് ഏകദേശം 900 കൊല്ലമായിട്ടും ലോകത്ത് പരിചയമില്ലാത്ത അത്ഭുതകരമായ വാഹനങ്ങൾ ശേഷം അല്ലാഹു സൃഷ്ടിക്കുമെന്നാണ് ഇവിടെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്ന് 500ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വെച്ചു. അന്ന് ഒരു സൈക്കിള് പോലും ഇല്ലാത്ത കാലമാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് ആ അത്ഭുതകരമായ വാഹനങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരാണ് നാം. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഈ സമയത്ത് ഞാനുണ്ടായിരുന്നത് UAE-യിലാണ്. ഇപ്പോൾ ഞാൻ ഇവിടെയാണ്. രാവിലെ ഞാൻ കുറ്റ്യാടിയിലാണ്. എന്തുകൊണ്ടാണ്? ഈ അത്ഭുതകരമായ വാഹനങ്ങൾ അല്ലാഹു ശേഷം കൊണ്ടുവരുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പിന്നീട് അത് വന്നത് നമ്മൾ കാണുകയാണ്. ഇതുപോലെ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് ധാരാളം വിഷയങ്ങൾ, പിൽക്കാലത്ത് വരുന്ന വിഷയങ്ങൾ നേരത്തെ ഖുർആൻ പ്രഖ്യാപിച്ചതായി കാണാൻ സാധിക്കും. മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്നു. ഒരിക്കലും ആ സമയത്ത് ഒരാൾക്കും തോന്നുകയില്ല, കുട്ടികളെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പരസ്പരം സംസാരിക്കരുത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത് ശത്രുക്കളുടെ കഠിനമായ ദ്രോഹം കാരണത്താലാണ്. വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോലും സ്വാതന്ത്ര്യം നൽകാത്ത വിധം വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന പലായനം, യാത്ര തുടങ്ങുന്നത്. പക്ഷെ അങ്ങനെ ജുഹഫയിൽ എത്തിയപ്പോ, ജുഹഫ എന്ന് പറയുന്നത് മദീനയുടെ കുറച്ചപ്പുറത്താണ്, ബദറിന്റെ അടുത്താണ്. അവിടെ ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ ചില പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ട്. ആ മീഖാത്ത് എന്ന് പറയും. അതിന്റെ മുമ്പായിരിക്കണം ഇഹ്റാം ചെയ്യുന്നത്. ഇഹ്റാം ചെയ്യാതെ അതിലൂടെ കടന്നു പോകാൻ പാടില്ല. ആ ജുഹഫ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സ്വന്തം ജനിച്ച നാടിനോടൊരു താല്പര്യം വന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കി കൊടുത്തു, ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. നമ്മളിപ്പോ യാത്ര ഇറങ്ങുമ്പോ ഈ ആയത്ത് ഓതുന്ന പതിവുണ്ട്. കാരണം ഈ ആയത്തിൽ പറയുന്ന ആശയം എന്താണ്? ഖുർആൻ അങ്ങേക്ക് പഠിപ്പിച്ചു തന്ന, ഇറക്കി തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. ഓ നബിയെ, തങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ടു വന്ന മക്കയിലേക്ക് തങ്ങളെ നിശ്ചയം അല്ലാഹു തിരിച്ചു കൊണ്ടുവരും എന്ന് ആ സമയത്ത് ഖുർആനിൽ ആയത്തിറങ്ങാൻ. ആ സമയത്ത് ആർക്കും ഓർക്കാൻ കഴിയില്ല തിരിച്ചു മക്കയിലേക്ക് വരും. പക്ഷേ ആ സമയത്ത് ഖുർആൻ അത് പ്രഖ്യാപിക്കാൻ, അത് സഹാബത്തിന് നബി തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്. പിൽക്കാലത്ത് ആ മക്കയിലേക്ക് നബിയും സഹാബത്തും തിരിച്ചു വരികയാണ്. അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഞാനൊരു ആടുകളെ മേയ്ക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചെന്നായ വന്ന് ഒരാട്ടിനെ തട്ടിയെടുത്തു. ഞാനതിന്റെ വായിൽ നിന്ന് ആ ആട്ടിനെ മോചിപ്പിച്ചത്. അപ്പൊ ചെന്നായ സംസാരിച്ചു, എനിക്ക് പഠിച്ചവനൊരു റിസ്ക് തന്ന് ഭക്ഷണം തന്നിട്ട് നീ എന്തേ ഊരിയെടുത്തത് എന്ന് സംസാരിച്ചു.
അപ്പൊ എനിക്ക് അത്ഭുതമായി. കാരണം ചെന്നായ സംസാരിക്കുന്നത് കേൾക്കാറില്ലല്ലോ. ഇന്നത്തതുപോലെ ഈ ഉപകരണങ്ങളൊന്നും സംസാരിക്കുന്ന കാലമല്ലല്ലോ. അന്ന് മനുഷ്യന്മാർ മാത്രമേ സംസാരിക്കൂ. ഇപ്പൊ പിന്നെ എല്ലാ റെക്കോർഡുകളും സംസാരിക്കുന്ന കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയാണ്, ഞാൻ അത്ഭുതപ്പെടുമ്പോൾ ആ ചെന്നായ വീണ്ടും സംസാരിച്ചു. അത്ഭുതം ഇവിടെയല്ല, ഈ പർവ്വതത്തിന്റെ അപ്പുറത്ത്, അവിടെ മദീനയിൽ ഈത്തപ്പനയുടെ ഇടക്ക് ഒരാളുണ്ട്. അവര് കഴിഞ്ഞുപോയ കാര്യങ്ങളും വരുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളോട് സംസാരിക്കും. അവിടെയാണ് അത്ഭുതം എന്ന് പറഞ്ഞപ്പോൾ ആ ആളാരാണ് എന്ന് അന്വേഷിച്ച് വന്നതാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ അവസാന നാളാകുമ്പോ മനുഷ്യന്റെ വടി, ചെരിപ്പ് പോലെയുള്ള വസ്തുക്കൾ, ജീവനില്ലാത്ത വസ്തുക്കൾ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയതിന് ശേഷം വൈകുന്നേരം തിരിച്ചു വരുന്നതിനിടക്ക് വീട്ടിൽ വെച്ച് എന്തെല്ലാം സംസാരം നടന്നു, എന്തെല്ലാം സംഭവം നടന്നു, അതെല്ലാം ജീവനില്ലാത്ത സാധനങ്ങൾ വിവരിച്ചു കൊടുക്കുന്ന കാലം വരും. എന്നാലേ അന്ത്യനാൾ ലോകം നശിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ ആ ക്യാമറകളും ആ റെക്കോർഡുകളും ആ വസ്തുക്കളൊക്കെ അനുഭവിക്കുന്നവരാണ്. ജീവനില്ലാത്ത സാധനങ്ങളുടെ സംസാരം, അത് ആ വീട്ടിൽ നടന്ന മുഴുവൻ സംഗതികളും പകർത്തിയെടുത്ത് സംസാരിക്കുന്നത് നമ്മൾ കാണുകയാണ്. പക്ഷേ ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ ഗ്രന്ഥം ഏകദേശം 1000 കൊല്ലം പഴക്കമുള്ള കിതാബുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാണ്? വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഖുർആനും അഥവാ അല്ലാഹു ഇറക്കി തന്ന ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസും നമ്മൾ ശരിക്കും പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈമാൻ എത്രയോ വർദ്ധിക്കും, വിശ്വാസം വളരെയേറെ വർദ്ധിക്കും. കാരണം അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഈമാൻ വർദ്ധിക്കേണ്ട കാലമാണ് ഇത്. ഇവിടെ അൽഹംദുലില്ലാഹ് മഹ്ളറത്തുൽ ബദ്രിയ നടക്കാറ്. മഹ്ളറത്തുൽ ബദ്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ 99 മഹത്തായ നാമങ്ങൾ. അള്ളാഹുവിന് എത്ര നാമങ്ങളാണ് എന്ന് പറയാൻ പറ്റും. ഒരാൾ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന് 5000-ഓളം നാമങ്ങളുണ്ട്. അപ്പൊ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 5000 എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹുവിന് എത്ര സൃഷ്ടികളുണ്ട് ഇവിടെ, ആ സൃഷ്ടികളുടെ ഒക്കെ എണ്ണമനുസരിച്ചും അതിലപ്പുറവും നാമങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നാമങ്ങളുള്ള ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച അധിപനാണല്ലോ അല്ലാഹു തആല. ആ അല്ലാഹുവിന്റെ പ്രത്യേകം 99 മഹത്തായ പേരുകൾ. ആ പേരുകൾ, അത് അള്ളാഹുവിനെ ആ പേര് വെച്ചുകൊണ്ട് വിളിക്കുന്ന പരിപാടിയാണ് മഹ്ളറത്തുൽ ബദ്രിയയുടെ ഒരു പരിപാടി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് മഹത്തായ നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഖുർആൻ പഠിപ്പിച്ച ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ പേര് വിളിച്ച് പടച്ചവനോട് ദുആ ചെയ്യുക എന്നത്. അതാണ് മഹ്ളറത്തുൽ ബദ്രിയിൽ നടക്കുന്ന ഒരു കാര്യം. അത് ദുആക്ക് ഉത്തരം കിട്ടാൻ വളരെ കാരണമാണ്. അത് വലിയ പുണ്യമാണ്. അള്ളാഹുവിന്റെ പേര് ഇങ്ങനെ പറയാ, അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ, അതിന്റെ തുടക്കം തന്നെ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട പേരുകളാണ്. ബിസ്മില്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ പേരായി, അർ റഹ്മാൻ എന്ന് പറയുമ്പോൾ വേറൊരു പേരായി, അർ റഹീം വേറൊരു പേരായി, റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അപ്പൊ വേറൊരു പേരായി, അർ റഹ്മാനിർ റഹീം അത് മറ്റു 2 പേരുണ്ട്. ആ പേര് നേരത്തെ ഒരിക്കൽ പറഞ്ഞാൽ വീണ്ടും ആവർത്തിച്ച് പറയണം, അതൊക്കെ വിശദീകരിക്കാൻ സമയമില്ല. സൂറത്തുൽ ഫാത്തിഹ 7 ദിവസം ഞാൻ മുമ്പ് വഅദ് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നീട് മാലികി യൗമിദ്ദീൻ, അവിടെ മാലിക്കി എന്നും ഓതാൻ പറ്റും, മലിക്കി യൗമിദ്ദീൻ എന്ന് ഓതാൻ പറ്റും. നിങ്ങളൊക്കെ മാലിക്കി എന്ന് ഓതിയാൽ മതി, കാരണം നമ്മൾ ആ ഓതുന്ന ഒരു തരീഖുണ്ട്. ആ ഖിറാഅത്തിൽ മാലികി യൗമിദ്ദീൻ എന്നാണല്ലോ. മലിക്കി യൗമിദ്ദീൻ ഓതിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നലെ ഞാനോ എവിടെ ഒരു സ്ഥലത്ത് പള്ളിയിൽ നിസ്കരിച്ചപ്പോൾ അവിടുത്തെ ഇമാം മലിക്കി യൗമിദ്ദീൻ എന്നാണ് ഓതുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഏതായിരുന്നാലും ശരി, മലിക്കി എന്ന് പറഞ്ഞാലും മാലിക്കി എന്ന് പറഞ്ഞാലും രണ്ടും അള്ളാഹുവിന്റെ പേരാണ്.
അള്ളാഹുവിന്റെ പേരുകൾ പറഞ്ഞുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്. അള്ളാഹുവിന്റെ പേര് പറയുക എന്നത് വലിയ മഹത്വമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സാധാരണയായി ഇങ്ങനെ സംസാരിക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴൊക്കെ അള്ളാഹിന്റെ പേരിങ്ങനെ നാവ് കൊണ്ട് പറഞ്ഞ് പരിചയിക്കും. ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ പഴയ കാലത്തുള്ള ഉമ്മാരൊക്കെ അല്ലല്ലാ എന്ന് പറഞ്ഞിരിക്കും. അത് നല്ല പരിപാടിയാണ്. അവിടെ നമ്മൾ എൻ്റെ ഉമ്മ എന്നും പറഞ്ഞിരിക്കരുത്. കാരണം ഉമ്മാന്റെ പേരിന് നമുക്ക് ഉമ്മ ബർക്കത്തുള്ള തന്നെയാണ്, ഉമ്മാനെ അവഗണിക്കാൻ പാടില്ല. പക്ഷേ ആ പേര് പഠിച്ചോന്റെ പേരല്ലല്ലോ. അതുപോലെ ഏത് വിഷയം വരുമ്പോഴും യാ റബ്ബ് യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, അങ്ങനെ അള്ളാഹുവിന്റെ പേരുകൾ, അള്ളാഹുവിന്റെ പേര് അസ്മാഉല്ലാഹി തആല തൗഫീഖിയാണ്. അള്ളാഹുവിന്റെ പേര് അത് അള്ളയും റസൂലും പഠിപ്പിച്ച പേര് പറയാതെ അങ്ങനത്തെ പേരുകളാണ് റബ്ബ്, റഹ്മാൻ, റഹീം, അല്ലാഹ്, അങ്ങനെയുള്ള പേരുകൾ. ആ പേരുകളാണ് നമ്മൾ പറയുന്നത്. കഴിയുന്നതും മറ്റ് മലയാളത്തിൽ ഉള്ള നാമങ്ങൾ നമ്മൾ ചിലപ്പോൾ ബഹുമാനിച്ച് പറയുന്ന വാചകങ്ങൾ അതിന് പകരം അതൊക്കെ അള്ളാഹുവിന്റെ പേരായി ഹദീസിലും ഖുർആനിലും പറഞ്ഞത് പറയലാണ് നല്ലത്. ഉദാഹരണത്തിന് പടച്ച തമ്പുരാനെ എന്ന് പറയുന്നതിന് പകരം ഖാലിഖായ അള്ളാഹ് എന്ന് പറയാ, അതാ കൂടുതൽ നല്ലത്. അപ്പൊ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. കൂടുതൽ നല്ലത് ഏതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹ്, റഹ്മാൻ, റഹീം, അള്ളാഹുവിന്റെ മഹത്തായ പേരുകൾ. ആ പേരുകൾ 99 വിളിച്ചു പറയുന്ന ഒരു വലിയ കർമ്മമാണ് മഹദറത്തുൽ ബദരിയ. ഞാൻ പറഞ്ഞല്ലോ, ഖുർആനിൽ അല്ലാഹു തആല പ്രത്യേകം പഠിപ്പിച്ചതാണ് ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിന്റെ പേര് കൊണ്ട് വിളിക്കാന്ന് പറയുന്നത്. മറ്റൊന്ന് എന്താണ് മഹദറത്തുൽ ബദരിയുള്ള വേറൊരു കാര്യം? അസ്മാഉൽ ബദറാൻ, ബദരീങ്ങളായ സഹാബികളുടെ പേര് പറയാൻ. സുബ്ഹാനല്ലാഹ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, റുബയ്യ ബിൻത് അഫ്റാ, ആ വീട്ടില് റുബയ്യ ബിൻത് അഫ്റായിന്റെ കല്യാണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അപ്പൊ അവിടെ കയറി ചെല്ലുമ്പോൾ കുട്ടികൾ പാട്ട് പാടുന്നുണ്ട്. എന്ത് പാട്ട്? എന്തു പിന്നെ മങ്കുതലബിൻ ആബായി യൗമ ബദർ, ബദർ ദിവസത്തിൽ കൊല്ലപ്പെട്ടു പോയ സുഹദാക്കളെ പേര് വിളിച്ചുകൊണ്ടാണ് അവിടെ സഹാബത്തിന്റെ മക്കൾ പാടുന്നത്. അവരിങ്ങനെ മാടിക്കൊണ്ടിരിക്കുമ്പോൾ നിബിധങ്ങൾ കയറി ചെല്ലുന്നത്. അപ്പോ ആ കുട്ടികൾ എന്ത് ചൊല്ലി? വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, ഞങ്ങളിൽ ഒരു മഹാനായ നബിയുണ്ട്, യഅലമു മാ ഫീ ഗദീ, നാളെ നടക്കുന്ന കാര്യം ഇപ്പോൾ തന്നെ അറിയുന്ന നബിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പാടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അസാധാരണമായ എല്ലാ പവറുകളും സ്ഥാനങ്ങളും കൊടുത്തിട്ടുള്ള ആളാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ജനിച്ചപ്പോൾ വലിയ അത്ഭുതങ്ങൾ ഉണ്ടായി. സാധാരണ ഒരാൾ ജനിക്കും പോലെയല്ല, വളരുമ്പോൾ ഒരുപാട് അസാധാരണ സംഭവങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണല്ലോ ഇന്നി ലഅരിഫു ഹദറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ നുബ്അസ, എനിക്ക് 40 വയസ്സായി, എനിക്ക് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു തരുന്നതിന് മുമ്പ് എന്നെ കണ്ടാൽ എന്നോട് സലാം പറയുന്ന കല്ലുണ്ടായിരുന്നു. ആ കല്ലിനെ എനിക്കിപ്പോഴും അറിയാം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ 40 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ നബി തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകൾ അല്ലാഹു തആല കൊടുത്തു. അതുകൊണ്ടാണല്ലോ ലഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഖിലൂൻ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഓ നബിയെ പറയൂ, ഞാൻ നിങ്ങളിൽ 40ഓളം കൊല്ലം ജീവിച്ചില്ലേ? ആ 40 കൊല്ലം എന്റെ ജീവിതം കണ്ടവരല്ലേ നിങ്ങൾ? ആ ജീവിതം തന്നെ തെളിവല്ലേ ഞാൻ അല്ലാഹുവിന്റെ നബിയാണ്, റസൂലാണ് എന്നതിന്? കാരണം ആ ജീവിതത്തിൽ ഒരു കളവ് പോലും പറഞ്ഞു പോയിട്ടില്ല, ഒരു ചതിയും നടത്തിയിട്ടില്ല, ഒരാളോടും വാക്ക് ലംഘിച്ചിട്ടില്ല, ഒരാളെയും ദുഷിച്ചിട്ടില്ല, ചീത്ത വിളിച്ചിട്ടില്ല, ഒരനാവശ്യം സംസാരിച്ചിട്ടില്ല, ഒരനാവശ്യം പ്രവർത്തിച്ചിട്ടില്ല. യാതൊരു ന്യൂനതയുമില്ലാത്ത 40 കൊല്ലത്തെ ജീവിതം, വളരെ സത്യസന്ധമായുള്ള ജീവിതം. അതിന്റെ പുറമെ ആ 40 കൊല്ലത്തിലിടക്ക് ഒരു ഗുരുനാഥന്റെ മുമ്പിലും പോയി ഇരുന്നിട്ടില്ല, ഒരാളെടുത്തൊന്നും ഒന്നും പഠിച്ചിട്ടില്ല. എന്നിട്ടല്ലേ 40 കൊല്ലത്ത് കഴിയുമ്പോ
ഒരു ദിവസം എല്ലാ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിക്കുന്ന വളരെയേറെ ആശയ ഗാംഭീര്യമുള്ള ശ്രവണമധുരമായ തുല്യതയില്ലാത്ത ഖുർആൻ ഓതി കേൾപ്പിക്കുന്നത് അത് തന്നെ തെളിവല്ലേ? ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഇതെന്റെ സ്വന്തം വകയല്ല എന്നതിന് തെളിവല്ലേ? ഇരിക്കട്ടെ, ആ 40 വർഷവും വലിയ അത്ഭുതങ്ങളാണ് അവിടുത്തെ ജീവിതം. സുബ്ഹാനല്ലാഹ്. സഹീഹുൽ ബുഖാരിയിൽ കാണാം ഒരു ഹദീസ്. കഅബ ശരീഫിന്റെ പുനർനിർമ്മാണം നടക്കുന്നു. നബി തങ്ങൾ ചെറുപ്പക്കാരനായ ആളാണ്. അപ്പോൾ എല്ലാവരും കല്ലെടുത്ത് കൊണ്ടുപോകും. ആ കല്ല് കൊണ്ടുപോകുമ്പോ അന്നത്തെ കാലത്ത് സാംസ്കാരികമായ ഉയർച്ചയൊന്നുമില്ല. നബിതങ്ങൾ സംസ്കാരം പഠിപ്പിക്കുന്നതിന് മുമ്പാണ്. നബിതങ്ങൾ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ കഅബ ശരീഫ് തവാഫ് ചെയ്യുമ്പോ ഉടുത്ത തുണിയം കഴിച്ചു കളയുന്ന മനുഷ്യന്മാരാണ്. അതെന്തിനാ? അവർ പറയുന്നത് ഈ തുണി കൊടുത്ത് പല തെറ്റും ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് ഈ തുണി കൊടുത്തിട്ട് നമ്മൾ കഅബത്തിന്റെ അടുത്ത് പോയാൽ അത് പേടല്ലേ, എന്നിട്ട് തുണി അഴിച്ചു കളഞ്ഞ കാലമാണ്. അപ്പോഴാണ് ഖുർആനിൽ അല്ലാഹു തആല ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങൾ നിസ്കാരത്തിന്റെയും തവാഫിന്റെയും പള്ളിയുടെയൊക്കെ അടുക്കൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ നമുക്കറിയാം ഇഹ്റാമിലാവുമ്പോൾ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കണം. ഏതായാലും തുണി അഴിക്കാൻ പറ്റില്ലല്ലോ, നഗ്നത മറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് പോത്തിന്റെ സ്വഭാവമല്ലേ, എരുമന്റെ സ്വഭാവമല്ലേ, കാളയുടെയും പശുവിന്റെയും സ്വഭാവമല്ലേ ഔറത്ത് മറക്കാതിരിക്കുക എന്ന് പറയുന്നത്. മനുഷ്യന് പറ്റുമോ? അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കേണ്ടത് നിസ്കരിക്കുമ്പോഴാണ്. മാലിക് റളിയല്ലാഹു അൻഹു രാത്രി തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ പോലും അവിടുത്തെ നീളക്കുപ്പായവും തലയെക്കെട്ടൊക്കെ ധരിച്ച് നല്ല ഭംഗിയിലാണ് നിസ്കരിക്കാറ് എന്ന് ചരിത്രത്തിൽ കാണാം. മഹാനവറുകൾ പറഞ്ഞത്, എന്നെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഹാജരാകുമ്പോ ഞാൻ ഏറ്റവും നല്ല ഭംഗിയിൽ ഹാജരാകണ്ടേ? ഞാനൊരു രാജാവിന്റെ മുമ്പിൽ പോയി ഹാജരാകുകയാണെങ്കിൽ, ഞാനൊരു മന്ത്രിനെ കാണാൻ പോവുകയാണെങ്കിൽ, ഞാനൊരു വലിയ ഉദ്യോഗസ്ഥനെ കാണാൻ പോവുകയാണെങ്കിൽ ഞാൻ നല്ല ഡ്രസ്സും ധരിച്ചല്ലേ പോവുക. എങ്കിൽ പിന്നെ അള്ളാഹുമായി സംഭാഷണം നടത്തുമ്പോ ഞാൻ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണ്ടേ എന്നാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ചോദിച്ചിരുന്നത്. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു കാലമാണെന്ന്. അതായത് തുണി കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്നൊരു കാലമാണ്. ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ചില ആൾക്കാർ വടക്കേ ഇന്ത്യയിലൊക്കെ. ഇപ്പൊ പറയാൻ സമയമില്ല. നമ്മുടെ സിറാജുൽ ഹുദയിൽ കുറച്ച് വടക്കേ ഇന്ത്യയിലുള്ള കുട്ടികളെ പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു. അങ്ങനെ അവരെ ഒളിക്കാൻ വേണ്ടി ഒരു തോട്ടിലേക്ക് പറഞ്ഞേച്ചു. സുബ്ഹാനല്ലാഹ്, തോട്ടിന്റെ അടുത്ത് എത്തിയപ്പോ ഇവരെല്ലാവരും തീർത്തും കഴിച്ചു കളഞ്ഞിട്ട് അങ്ങനെ തന്നെ തുണിയില്ലാണ്ടാണ് ചാടുന്നത് തോട്ടിലേക്ക്. ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ചില സ്ഥലമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ സാംസ്കാരികമായ ഉയർച്ചയില്ലാത്ത സ്ഥലങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ കഅബയുടെ കല്ല് ചുമലിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃ സഹോദരനാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ തുണി അഴിച്ചിട്ട് തെരുവ് വെച്ചോളൂ. കല്ലിന്റെ ചോട വെച്ചാല് ചുമല് വേദനയാകാതിരിക്കാൻ തന്നെ തെരുവ് വെക്കാന്ന് പറയും ഞങ്ങളാണ്. അങ്ങനെ തെരുവ് വെച്ചോളൂ. അപ്പൊ നബിതങ്ങൾ അത് തയ്യാറായില്ല. കാരണം നബിതങ്ങൾ എല്ലാവരും പോലെയല്ല, എല്ലാവരും അങ്ങനെയാണ് കൊണ്ടുവന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രത്യേക സംരക്ഷണമാണ്, പ്രത്യേകമായ ഇനായത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പ്രത്യേകമായി വലിയ സംസ്കാരത്തിൽ കുട്ടിക്കാലത്തെ വളർത്തുകയാണ്. നബി തങ്ങൾ അതിന് തയ്യാറായില്ല. അപ്പോൾ തുണി അഴിച്ച് ചുമലിൽ വെക്കാൻ വേണ്ടി അബ്ബാസ് റളിയല്ലാഹു അൻഹു പിതൃ സഹോദരനാണല്ലോ, ബാപ്പ നേരത്തെ മരിച്ചുപോയതല്ലേ, ഉപ്പാന്റെ സഹോദരനാണല്ലോ. അതിന് തയ്യാറായപ്പോൾ നബി തങ്ങൾ ബോധം കെട്ടു വീണുപോയി. ബോധം തെളിയുന്നത് ആ തുണി കൃത്യമായി പൂർണ്ണമായി മറച്ചതിന് ശേഷമാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ കാണാം, ഈ രൂപത്തിൽ നബി തങ്ങൾ വളർന്നു വരുമ്പോൾ തന്നെ സാധാരണ മനുഷ്യനായിട്ടല്ല വളർന്നു വരുന്നത് എന്നത് ഹദീസിൽ കാണാം. സുബ്ഹാനല്ലാഹ്. നേരത്തെ ഇവിടെ പുത്തൻവാദികളെ സംബന്ധിച്ച് നമ്മുടെ മജീദ് സാഹിബ് പറയുന്നത് അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഞാൻ കുറ്റിയാടിയിൽ ചെല്ലുമ്പോ 11 മഹല്ലിൽ സുന്നത്തി ജമാഅത്തിന്റെ ഒരു പള്ളിയുമില്ല, മദ്രസയിൽ ഒന്നുമില്ല, തീർത്തും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയായിരുന്നു. ഇപ്പൊ നിങ്ങൾ വന്നു നോക്ക്, എല്ലാ സ്ഥലത്തും പള്ളിയും മദ്രസയുണ്ട്. അവിടെയൊക്കെ നിറയെ സുന്നികളും ഉണ്ട്. അതെ, ഞാനിങ്ങനെ പേരോടൊന്ന് കയറ്റി അയച്ചതൊന്നുമല്ല, അവിടെയുള്ള ആൾക്കാർ തന്നെ മാറിയത്. അത് മാറാനെന്താ കാരണം? ഞാൻ അവരാരെയും ചീത്ത പറയാൻ പോയിട്ടില്ല, ആരെയും കുറ്റം പറയാൻ പോയിട്ടില്ല. മറിച്ച് അവരുടെ ആശയങ്ങളിലുള്ള തെറ്റ് നല്ല നിലക്ക് ചൂണ്ടിക്കാണിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പ്രബോധനത്തിൽ 980 ഡിസംബറിൽ എഴുതി, മുഹമ്മദ് നബി മറ്റു മനുഷ്യരെ പോലുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു എന്ന് എഴുതി.
അത് വലിയ അബദ്ധമാണ് എഴുതിയത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എഴുതാനും പറയാനും പാടില്ല. സാധാരണ മനുഷ്യരെ പോലെയാണ് ജനിച്ചത്, സാധാരണ മനുഷ്യ പോലെയാണ് വളർന്നത്, സാധാരണ മനുഷ്യൻ മരണപ്പെടുന്ന പോലെയാണ് മരണപ്പെട്ടത് എന്നാണ് പ്രബോധനത്തിലുള്ളത്. അത് ഭീമാബദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ആദ്യം മലക്ക് വന്നു, സമ്മതം ചോദിച്ചു. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായി. അവസാനം നബി തങ്ങൾ അങ്ങോട്ട് അവിടുന്ന് റൂഹ് പിടിക്കാൻ സമ്മതം കൊടുത്തപ്പോഴാണ് റൂഹ് പിടിച്ചത്. സാധാരണ മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോൾ മലക്കുകളൊന്ന് സമ്മതം ചോദിച്ചിട്ടാ റൂഹ് പിടിക്കുക. അപ്പോ ആ എഴുതിയത് മുഴുവൻ തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനായി ജനിച്ചു, സാധാരണ മനുഷ്യന്മാർ വളരും പോലെ വളർന്നു, മറ്റു നബിമാരെ പോലെ അവർ പ്രവാചകത്വം ലഭിച്ചു, അവസാനം സാധാരണ മനുഷ്യൻ മരണപ്പെടുക പോലെ മരണപ്പെട്ടു എന്ന് എഴുതിയത് മഹാ അബദ്ധാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് എഴുതിയത് അബദ്ധാണ്. ആ അബദ്ധം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ഖുർആനും ഹദീസും ഉദ്ധരിച്ച് തെളിവുകൾ കാണിച്ചു കൊടുത്തപ്പോ അതിൽ പെട്ടുപോയ ആളുകൾ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നു. കാരണം ആരും നരകത്ത് കടക്കണമെന്ന് വിചാരിച്ചിട്ട് ജമാഅത്ത് ഇസ്ലാമി ആവൂല, ആരും നരകത്ത് കിടക്കണമെന്ന് വെച്ച് മുജാഹിദാവൂല. അത് ശരിയാണെന്ന് വിചാരിച്ച് പെട്ടുവാണ്. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ബുദ്ധിയും നല്ല ചിന്തയും നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് 987 ജനുവരിയിലെ പ്രബോധനത്തിൽ അതിനേക്കാൾ മോശമാക്കി എഴുതിയിട്ടുണ്ട്. പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരുടെ മൃതദേഹം മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ അത് ജീർണിക്കാതെ ഇരിക്കുന്നതിൽ യാതൊരു ഗുണവുമുണ്ട് എന്നൊന്നും തോന്നുന്നില്ല. പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ ഒരു ഗുണവുമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് എഴുതാണ്. പ്രവാചകന്മാരുടെ മൃതശരീരം വെളിയിൽ ഇരുന്ന് ജീർണിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ ഇരിക്കാനാണല്ലോ മറമാടുന്നത്. പ്രവാചകന്മാരുടെ മൃതശരീരം ജീർണിക്കുകയില്ലെങ്കിൽ അവ മറമാടേണ്ട ആവശ്യം എന്താണ്? പുറത്തു തന്നെ സൂക്ഷിച്ചാൽ പോരെ എന്നാണ് പ്രബോധനത്തിൽ ജമാഅത്ത് എഴുതിയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരിക്കലും തന്നെ അമ്പിയാക്കളെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൻ ലിബനി ഇസ്രായീൽ. മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കേണ്ട നബിയെ. മൂസാ നബി അലൈഹി ഇസ്ലാം വഫാത്തായിട്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് നബി നിങ്ങൾ ജനിക്കുന്നത്? പക്ഷെ ആ മൂസാ നബിയെ ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഖുർആൻ അത് സാക്ഷീകരിക്കുകയാണ്. മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട. അതുപോലെ ധാരാളം സംഭവങ്ങൾ ഖുർആനിലും ഹദീസിലുണ്ട്. പക്ഷേ അതൊന്നും അവർ അംഗീകരിച്ചില്ല. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരവും അമ്പിയാക്കളുടെ ശരീരവും മണ്ണിൽ വെച്ച് ജീർണിച്ച് നശിച്ചു എന്ന് എഴുതിയത് ഭീമാബദ്ധമാണ്. അതുപോലെ ധാരാളം അബദ്ധങ്ങളുണ്ട്. തങ്ങന്മാരില്ല എന്ന് പ്രബോധനത്തിൽ എഴുതി. തങ്ങന്മാർ എന്നൊരു സാധനം തന്നെ ഇല്ലാതെ മാത്രമല്ല, തങ്ങളെ കൈപിടിച്ച് ചുംബിക്കുകയല്ല വേണ്ടത്, ആ കൈ ഛേദിച്ച് കളയാണ് വേണ്ടത്, ഞാൻ ആ കൈവെട്ടി കളിയാണ് വേണ്ടത് എന്ന് എഴുതി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുപോലെ തുടങ്ങിയിട്ട് ഒരുപാട് അബദ്ധങ്ങൾ അമ്പിയാക്കളെ സംബന്ധിച്ചും സയ്യിദന്മാരെ പറ്റിയും മൗലിയാക്കളെ സംബന്ധിച്ചും ആലിമീങ്ങളെ സംബന്ധിച്ചും ഇമാമിങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിനെ കുറിച്ച് തന്നെയും ഒരുപാട് അബദ്ധങ്ങൾ വിശ്വസിക്കുന്നു എന്നതാണ് അവർക്കുള്ള കുഴപ്പം. തന്നെയാണ് മുജാഹിദിനുള്ള കുഴപ്പം. മുജാഹിദിന്റെ പത്രത്തിൽ അവർ എഴുതിയിട്ടുണ്ട് തങ്ങന്മാരില്ല എന്ന് മാത്രമല്ല, ഈ കേരളത്തിൽ തങ്ങന്മാരൊക്കെ ഷിയാക്കളായിരുന്നു. ഒരാൾ എഴുതിയത് അങ്ങനെയാണ്, ഷിയാക്കളായിരുന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാബക്ക് തങ്ങളോട് ചോദിച്ചോലു, എന്റെ ഈ തങ്ങന്മാർക്ക് അങ്ങനെ സംഭവം ഉണ്ടോ ചോദിച്ചത്. കെ മൗലവിന്റെ മോൻ ഖാത്തിബ് ചോദിച്ചപ്പോ അബ്ദുറഹ്മാൻ ബാബക്ക് തങ്ങൾ, ഞങ്ങൾ എന്ത് തങ്ങന്മാര്, ഞങ്ങള് ഷിയാക്കളാണ്, ഞങ്ങള് ഇറാനിൽ നിന്ന് വന്നതാണ്. അബ്ദുറഹ്മാൻ ബാബക്ക് തങ്ങൾ പറഞ്ഞു, പച്ചക്കള്ളാണത്. അങ്ങനെ ഒരിക്കലും അബ്ദുറഹ്മാൻ ബാബക്ക് തങ്ങൾ പറയൂല. കളവ് പറയാന്നുള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ സാധാരണ സ്വഭാവമായിരിക്കുമെന്ന് നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. യകൂനു ഫി ആഖിരി الزمان ദജ്ജാലൂന കദ്ദാബൂൻ യതൂനകും മിനൽ ഹദീദി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളും നിങ്ങളുടെ ഉപ്പാപ്പമാരും കേൾക്കാത്ത പുതിയ വർത്തമാനവും കൊണ്ടുവരുന്ന ആ കക്ഷികൾ ധാരാളം കളവ് പറയുകയും കബളിപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞതാണ്. അതിവിടെ അനുഭവത്തിൽ നമ്മൾ കാണുകയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് അവിടുത്തെ തുണി അല്പം നീങ്ങിപ്പോകുമ്പോഴേക്ക് അത് അവിടുന്ന് ബോധം കെട്ട് വീഴാൻ. നബി തങ്ങൾ വഫാത്താകുമ്പോ മലക്ക് വന്നിട്ട് സമ്മതം ചോദിച്ച്
സമ്മതം കൊടുത്തതിന് ശേഷം അവിടുന്ന് അതാ വഫാത്തിനെ തെരഞ്ഞെടുക്കുകയാണ്. റഫീഖൽ അഅല എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്തതിന് ശേഷം വഫാത്താകുകയാണ്. കാരണം ഒരിക്കലും ഒരു നിലക്കും സാധാരണക്കാരനല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് എണ്ണിയാലൊടുങ്ങാത്ത ബഹുമാനങ്ങൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതേ സമയത്ത് എല്ലാ അമ്പിയാക്കളും മനുഷ്യരാണ്. അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ പറയൂ നബിയേ ഇന്നമാ അന ബശർ, നിശ്ചയമായി ഞാൻ മനുഷ്യൻ മാത്രമാണ്. അഥവാ ഞാൻ ജിന്നല്ല, ഞാൻ മലക്കല്ല, ഞാൻ ദൈവമല്ല, ദൈവപുത്രനല്ല, മനുഷ്യൻ മാത്രമാണ്. മിഥിലുക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ, നിങ്ങൾ മനുഷ്യന്മാരല്ലേ, നിങ്ങൾ മനുഷ്യരായതുപോലെ ഞാൻ മനുഷ്യനാണ് എന്നല്ല, നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ് എന്നല്ല. നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ റസൂലുള്ളാഹിനെ അനുസരിക്കേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ മറ്റു വിഷയങ്ങളുണ്ടോ? അപ്പൊ നമ്മളെപ്പോലത്തെ മനുഷ്യനല്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് പ്രബോധനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് എന്ന് എഴുതിയത്. അത് മഹാബത്താണ്. അള്ളാഹുവിന്റെ ഖുർആനോട് ചെയ്ത കടുത്ത വഞ്ചനയാണ്, വലിയ ധിക്കാരമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു തആല എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കി കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോവാണ്. അപ്പൊ പരിശുദ്ധ ഖുർആനും ഹദീസും ഇവിടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുന്ന ധാരാളം വിഷയങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് വേണ്ടത്. ആ കൂട്ടത്തിൽ ഒരു സംഗതിയാണ് ഇപ്പൊ പറഞ്ഞു കൊണ്ടുവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ റുബയ്യ ബിൻത് അഫ്റായിന്റെ വീട്ടിൽ കല്യാണത്തിന് ചെല്ലുമ്പോ കുട്ടികൾ ഇങ്ങനെ ബദരീങ്ങളെ വിളിച്ച് പാടുകയാണ്. അപ്പോ നബി തങ്ങളെ കണ്ടപ്പോ ഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദീ, ഞങ്ങളിൽ ഒരു മഹാനായ നബിയുണ്ട്, യഅലമു മാ ഫീ ഗദീ, നാളെ നടക്കുന്ന കാര്യം ഇപ്പോൾ തന്നെ അറിയുന്നു. എന്താ പറയാൻ കാരണം? അതിലും ബുഖാരി തന്നെ ഹദീസ് കാണാം. ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ബദർ എന്ന് പറയുന്ന സ്ഥലമാണല്ലോ, അവിടെ വന്നു. എന്നിട്ട് ഇങ്ങനെ കാണിച്ചു, ഹാദാ മസ്റഅ ഫുലാൻ, ഹാദാ മസ്റഅ ഫുലാൻ, ഹാദാ മസ്റഅ ഫുലാൻ. നാളെ യുദ്ധം നടന്നാൽ അബൂജഹൽ ഇവിടെ വീണിട്ടാണ് മരിക്കുക, അതേ ഉത്ബത്ത് ഇവിടെ വീണിട്ടാണ് മരിക്കുക. അങ്ങനെ ശത്രുക്കളായ ഖുറൈശികൾ വീണ് മരിക്കുന്ന സ്ഥലം തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് അത് എഞ്ചിനീയർ പില്ലറിന് മാർക്ക് ചെയ്തെടുക്കുന്ന പോലെ മാർക്ക് ചെയ്തു കൊടുത്തു. പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ വീണിട്ട് അവരൊക്കെ മരിച്ചു. അതാണ് ബദരീങ്ങളെ മക്കൾ. അവർ കഴിഞ്ഞു പോയ അവരുടെ ഉപ്പാപ്പമാരിൽ ശ്രോതാക്കളായ ആളുകളെ വിളിച്ചുകൊണ്ട് പാടിയത്. ആ സമയത്ത് അപ്പൊ നബിതങ്ങൾ എന്ത് പറഞ്ഞു? നബിതങ്ങൾ പറഞ്ഞു, തുർക്കി ഹാദിഹി വഖൂലി ബില്ലതി തഖൂലീൻ, കുട്ടി അതാ നിങ്ങൾ നേരത്തെ ബദരീങ്ങൾ വിളിച്ചല്ലേ പാടിയത്, അത് തന്നെ പാടിക്കോ, അത് തന്നെ പാടിക്കോ എന്ന് നബി തങ്ങൾ പറയാൻ. അപ്പൊ ബദരീങ്ങളെ വിളിക്കലും ബദരീങ്ങളെ പേര് പറയലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ഇഷ്ടമുള്ള സംഗതിയാ. അതുകൊണ്ട് ബദരീങ്ങളുടെ പേര് വിളിക്കുന്നു, ബദരീങ്ങളെ പേര് പറയുന്നു, അവരെ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അതൊക്കെയാണ് ഈ മഹ്ദറത്തുൽ ബദരിയയിൽ. അല്ലാതെ മഹ്ദറത്തുൽ ബദരിയ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവമല്ല. ആ മഹ്ദറത്തുൽ ബദരിയ നടത്തുന്ന സദസ്സ് വലിയ ബർക്കത്തുള്ള സദസ്സാണ്. ആ സദസ്സിൽ വന്ന് പങ്കെടുക്കാനുള്ള തൗഫീഖ് റബ്ബ് തന്നതിൽ അതിന്റെ ഒരു വർഷം കഴിയുമ്പോൾ അതിന്റെ ഒരു നിഅമത്തിന്റെ ശുക്ർ എന്ന നിലക്കാണ് ഈ പരിപാടി. മറ്റൊന്ന് ഇവിടെ പറഞ്ഞു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അനുസ്മരണമാണ് എന്ന് പറഞ്ഞു. ആരാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു? റിഫാഅത്ത് ഗോത്രത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് റിഫായി എന്ന് പറയുന്നത്. റിഫായി ശൈഖ് അഹ്മദ് ഇബ്നു അബിൽ ഹുസൈൻ റിഫായി റളിയല്ലാഹു അൻഹു. ഞാൻ മഹാനവറുകളെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, വലിയ ജാറമാണ്. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട് ഇറാഖിൽ പോയപ്പോൾ. ആ മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു വലിയ ആലിമാണ്. ശാഫിഈ മദ്ഹബ് സ്വീകരിച്ച മഹാപണ്ഡിതനാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ പഠിച്ച ആളും ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച ആളുമാണ്. ആ മഹാനായ വ്യക്തി കുട്ടിക്കാലം മുതലേ ജീവിതം വളരെ കൃത്യമായി നല്ല നിലയ്ക്ക് ജീവിച്ചു വന്ന ആളാണ്. അബ്ദുൽ മലിക് അൽ ഖസ്റൂനി എന്ന് പറയുന്ന ഒരു മഹാനെ കാണാൻ പോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു വസിയ്യത്ത് പറഞ്ഞു തരണം കുട്ടിക്കാലത്ത്. ആ സമയത്ത് പറഞ്ഞു കൊടുത്തതാണ്, ഞാൻ പറയുന്നത് നന്നായി മനഃപ്പാടമാക്കി വെച്ചോ മോനെ അഹ്മദ്. എന്താ പറയുന്നത്? മുൽതഫിത്തുൻ ലാ യസിൽ വമുശക്കിക്കുൻ ലാ യുഫ്ലിഹ് വമൻ ലം യഅരിഫ് النقص من اوقاته كل اوقاته نقص. അതേ പറഞ്ഞത് എന്താണ്? അതേ പറഞ്ഞത് അതേ
ഓ മോനെ അഹ്മദേ, മുൽതഫിത്തുൻ ലാ യസിൽ, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. എന്താ പറഞ്ഞത്? തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. ഉറപ്പല്ലേ? ഒരാള് വണ്ടി ഒട്ടുകയാണ്, അയാൾ തിരിഞ്ഞു നോക്കിയിട്ട് വണ്ടി ഒട്ടിയാൽ എവിടെ എത്തുക? വേഗം മോർച്ചറിയിലെത്തും അല്ലേ? വിചാരിച്ചെടുത്തെത്തും. തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. ഇതുപോലെ ഒരാൾ കച്ചവടം തുടങ്ങി, ആ കച്ചവടം ശ്രദ്ധിക്കാതെ വേറെ പല സംഗതി ചോദിച്ചാൽ വേറെ ഓരോന്നിലേക്ക് തിരിഞ്ഞു നോക്കി, ആ കച്ചവടം പൊട്ടി പോകും. ഒരാളൊരു ജോലി ഏറ്റെടുത്തു, ജോലിയിൽ വലിയ ശ്രദ്ധയൊന്നുമില്ല, എന്നാൽ അയാളെ പിരിച്ചുവിട്ടു പോകും. ഉറപ്പല്ലേ? അതുപോലെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, പഠിക്കുന്ന കുട്ടികൾ, അവർ പഠനം ശ്രദ്ധിക്കാതെയുള്ള സമയം മുഴുവനും വാട്സപ്പിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലൊക്കെ ആയി നേരം നോക്കിയാൽ ആ മുത്തഅല്ലിം ഒരു സ്ഥലത്ത് എത്തൂല. കിതാബ് തന്നെ ശ്രദ്ധിക്കണം. മുൽതഫിത്തുൻ ലാ യസിൽ. ഇതുപോലെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവൻ ആ സംഘടനയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പുരോഗതിക്ക് വേണ്ടി ശ്രദ്ധിച്ച് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ അവൻ ആ സംഘടനയിൽ ഒരു സ്ഥലത്തും എത്തൂല. മുൽതഫിത്തുൻ ലാ യസിൽ. ഇതുപോലെ ഒരു ഉസ്താദിനെ, ഒരു ശൈഖിനെ, ശൈഖിനെ ഗുരുനാഥനാണ് അതിന്റെ അർത്ഥം, ഒരു ശൈഖിനെ പിന്തുടർന്നുകൊണ്ട് ആ ശൈഖിന്റെ ഉപദേശം സ്വീകരിച്ച് ജീവിക്കുന്ന ശിഷ്യൻ, അവർക്കാണ് മുരീദ് എന്ന് പറയുന്നത്. മുരീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ച് മഹാന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ചു നീങ്ങുന്നവർക്കാണ് മുരീദ് എന്ന് പറയുന്നത്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശി യുരീദൂന വജ്ഹ. യുരീദൂന വജ്ഹു എന്ന വാചകത്തിൽ വന്നതാണ് മുരീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പൊരുത്തം കരുതി അതാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഏത് സമയത്തും ദിക്റും ഔറാദും സലാത്തും നല്ല കാര്യങ്ങളുമായി നീങ്ങുന്നവരുടെ കൂടെ നീയും പോയി പങ്കെടുത്തോ, നീയും അവിടെ പോയി ക്ഷമിച്ചു നിന്നോ, അവരുടെ കൂടെ ജീവിതം നയിച്ചോ. അതാണല്ലോ ഖുർആൻ അവിടെ പറയുന്നത്, വലാ തുതീമൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. ദിക്റിന് പങ്കെടുക്കാത്ത ചിലരുണ്ട്, ദിക്റിനെ തള്ളിപ്പറയുന്ന ചിലരുണ്ട്. അവരെ നീ ഒരിക്കലും അനുസരിച്ചു പോകണ്ട. നീ ദിക്റുമായി പോകുന്നവരുടെ കൂടെ നിന്റെ ശരീരം ബന്ധാക്കി വെച്ചോ. നീ തിരിഞ്ഞു നോക്കണ്ട. അത് തന്നെയാണ് മുൽതഫിത്തുൻ ലാ യസിൽ. തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. വമുശക്കിക്കുല്ല യുഫ്ലി, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല. നമ്മൾ സംശയിക്കുകയും ചെയ്ത് സംശയിപ്പിക്കുകയും ചെയ്യും. ഞാൻ മിഞ്ഞാന്ന് എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്, വാട്സപ്പിൽ ഒരു സുബ്ഹാനല്ലാഹ് ഞാനൊരു ക്ലിപ്പ് കണ്ടു. ഒരു ഗ്രൂപ്പിൽ വന്നത് എനിക്ക് 6 വയസ്സ് കണ്ടപ്പോൾ എനിക്ക് ഉറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടായി. കാരണം എന്താണ്? ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി, നിങ്ങളാരോ അത് കണ്ടോന്ന് എനിക്കറിയില്ല, എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. ആ പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ ഇടിക്കുകയാണ്. ഇടിക്കൽ മാത്രമല്ല, കിടത്തിയിട്ട് മുഖവും തലയും ഒക്കെ ഇങ്ങനെ ഞണ്ടുകയാണ്, പിന്നെ നല്ല കുത്തു കൊടുക്കുകയാണ്, പിന്നെ ഇടിക്കുകയാണ്. ഇടിക്കുക ഈ പെൺകുട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പെൺകുട്ടി അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ എത്രയോ ഇടിച്ച് അവസാനം പിന്നെ ഒരു തുണിയെടുത്ത് കാൽ രണ്ടും കെട്ടിയിട്ട് അവളെ വല്ലാതെ ആക്രമിക്കുന്നു. പക്ഷെ അതിന്റെ കൂടെ എഴുതിയിട്ടുണ്ട്, ആ ക്ലിപ്പിന്റെ കൂടെ എഴുതിയത് ഞാൻ വായിച്ചു. എന്താ എഴുതിയത്? ഇതെല്ലാവർക്കും ഷെയർ ചെയ്യാതെ. എന്നിട്ട് അതിൽ പിന്നെന്താ എഴുതിയത്? അതിലെഴുതിയത് ഈ ബാപ്പാനെയും ഉമ്മാനെയും തള്ളിയിട്ട്, സുബ്ഹാനല്ലാഹ്, ബാപ്പാനെയും ഉമ്മാനെയും തള്ളിയിട്ട് പ്രണയത്തിന്റെ പിന്നാലെ പോയ ഒരു ചെറുപ്പക്കാരിയാണിത്. ആ പ്രണയം ആരുമായിട്ട്? ഈമാനില്ലാത്ത ഒരാളുമായിട്ട് പ്രണയമായത്. ഈമാനില്ലാത്ത ഒരാളുമായിട്ട് പ്രണയമായിട്ട് ബാപ്പാനെയും ഉമ്മാനെയും തള്ളിപ്പോയ കുട്ടിയാണ്. ആ കുട്ടിയെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ആ ചെറുപ്പക്കാരനെ ഇടിക്കുകയും ചെയ്യുന്നതാണ് ഇതിലുള്ളത്. കാരണം എന്താണ്? ആരും ചോദിക്കാനുണ്ടാവില്ലല്ലോ. കാരണം ബാപ്പാനെയും തള്ളി പോകുന്നതല്ലേ. ഉമ്മാനെയും തള്ളി, അമ്മാമനെയും തള്ളി, ബാപ്പാനെയും തള്ളി, ഉപ്പാന്റെ ഏട്ടനെയും അനിയനെയും കുടുംബക്കാരെയും നാട്ടുകാരെയും കമ്മിറ്റിക്കാരെയും എല്ലാം തള്ളിയിട്ട് ഇവള് സ്വന്തത്തിലങ്ങ് പോയതല്ലേ ഒരുത്തന്റെ കൂടെ. അപ്പൊ പിന്നെ അവളെ ആര് ചെയ്താൽ ആര് ചോദിക്കാനാ? ഇവിടെ എന്ത് ചെയ്താലെന്ത് സംഭവിക്കാനാ? എന്റെ പെൺകുട്ടികൾ നല്ല ബുദ്ധിയുള്ളവരാകണം. പെൺകുട്ടികൾ തീരെ ബുദ്ധിയില്ലാത്തവരായി പോകരുത്.
നമ്മളെ 10-25 കൊല്ലം പോറ്റി വളർത്തിയ ബാപ്പയോടും ഉമ്മയോടും അമ്മാമനോടൊന്നും ഒരു കൂറും കാണിക്കാതെ തൽക്കാലം പുഞ്ചിരിക്കുന്ന ഒരുത്തന്റെ പിന്നാലെ, അല്ലെങ്കിൽ തൽക്കാലം നമ്മളെ ഒരു ഫോൺ നമ്പർ മാറിയ ഒരുത്തന്റെ പിന്നാലെ, അല്ലെങ്കിൽ കുറച്ചു ദിവസം ഫോൺ ചെയ്ത് നമ്മളെ വശീകരിക്കാൻ വേണ്ടി സംസാരിച്ച ഒരുത്തന്റെ പിന്നാലെ പോയാൽ അവസാനം വരുന്ന ഗതികേടിതായിരിക്കുമല്ലോ എന്നാണ് അതിൽ എഴുതി കാണിക്കുന്നത്. ഞാൻ വല്ലാതെ വേദനിച്ചു പോയി ആ പെൺകുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ പോറ്റി വളർത്തിയവരിൽ ഒരു ഭാഗത്ത് തള്ളിയിട്ട് മുൽത്തഫിത്തുല്ലായസിൽ കാണുന്നതിന്റെ പിന്നാലെ പോകാൻ പറ്റൂല, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല എന്ന് പറഞ്ഞില്ലേ അബ്ദുൽ മലിക് ഖസ്റൂൻ തങ്ങളുടെ റിഫായിസികളോട് പറഞ്ഞ വാക്കാ, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. രണ്ടാമത് പറഞ്ഞ സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല. മൂന്നാമത് പറഞ്ഞു സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ബോധമില്ലാത്തവന്റെ മുഴു സമയവും നഷ്ടമാണ്. സമയമെന്ന് പറയുന്നത് വല്ലാത്ത സംഗതിയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 1 കോടി രൂപ തന്നാൽ, 1 കോടി രൂപ തന്നാൽ 1 മിനിറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ? നിങ്ങൾക്കും എനിക്കും നിശ്ചയിക്കപ്പെട്ട സമയത്ത് നമ്മൾ മരിക്കും. അവിടെ 1 കോടി ഉറുപ്പിക കൊടുത്തിട്ട് 1 മിനിറ്റ് വാങ്ങാൻ പറ്റുമോ? ഇല്ല. നമുക്കാകെ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിക്കപ്പെട്ട ആയുസ് മാത്രമാണുള്ളത്. ആ ആയുസ് കാലത്ത് ഇനിമേലിൽ നമുക്ക് ജീവിക്കാനുള്ള ലഹിയൽ ഹയവാൻ, ഒരിക്കലും തീരാത്ത ലോകമല്ലേ പാരത്രിക ലോകം. നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ 9 മാസത്തോളം കഴിഞ്ഞുകൂടി. അതൊരു ചെറിയ ഇടുങ്ങിയ സ്ഥലമാണ്, വൃത്തി കുറഞ്ഞ സ്ഥലമാണ്. അവിടെ നമ്മൾ 9 മാസത്തോളം കഴിഞ്ഞു. 9 മാസവും 10 ദിവസമോ അല്ലെങ്കിൽ അല്പം കൂടുതലോ കുറവോ ഉമ്മയുടെ വയറ്റിൽ കഴിഞ്ഞു. അവിടുന്ന് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരു വിശാലമായ ഭൂമിയിൽ കൊല്ലങ്ങളോളം ജീവിക്കുകയാണ്. ഇനി ഇവിടുന്ന് പോയാലോ ഇതിനേക്കാൾ വിശാലമായ ലോകത്ത് ഖുർആൻ പറഞ്ഞില്ലേ, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് തയ്യാർ, സ്വർഗം തയ്യാർ, അതിന് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം തയ്യാർ. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽകാളിമീനൽ ഗൈള വൽആഫീന അനിന്നാസ്. എങ്ങനെയുള്ള മുത്തഖീങ്ങളാണ്? സന്തോഷമുള്ളപ്പോൾ അവർ ചെലവഴിക്കും. അതേ മകന്റെ കല്യാണത്തിനും മകളുടെ കല്യാണത്തിനുമൊക്കെ ബിരിയാണി വെച്ചു കൊടുക്കും. വലിയ സന്തോഷമാണ്. നിബിധങ്ങൾ ജനിച്ച ദിവസവും മാസവും വരുമ്പോൾ റബീഉൽ അവ്വൽ 12നും അല്ലാത്ത സമയത്തും അവർ നല്ല ഭക്ഷണം വെച്ചു കൊടുക്കും. സന്തോഷമാണ്. പെരുന്നാളിനും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. സന്തോഷമാണ്. മനസ്സിന് പ്രയാസമുള്ള സമയത്തും അവർ ചെലവഴിക്കും. ബാപ്പ മരിച്ചാൽ ബാപ്പയുടെ പേരിൽ ഭക്ഷണം കൊടുക്കും. സഹാബത്ത് 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുത്തിരുന്നു. അത് ഖബറിൽ ആ മയ്യത്തിന് ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടാനാണ്. അത് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുകയെന്ന സുന്നത്ത് സഹാബത്ത് നടപ്പാക്കി എന്ന് മാത്രമല്ല, ഇമാം സുയൂത്തി രേഖപ്പെടുത്തുന്നു. ഹിജ്റ 911 ഇമാം സുയൂത്തി വഫാത്താകുന്നത്. ആ ഇമാം സുയൂത്തി രേഖപ്പെടുത്തുന്നു, മക്കയിലും മദീനയിലും റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ കാലം മുതൽ ഇന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സുന്നത്താണ് മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുക. 7 ദിവസം ഭക്ഷണം കൊടുക്കുക. കാരണം ഇന്നഹും യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബ്അൻ. 7 ദിവസം മരിച്ച മയ്യത്തിന് ഖബറിൽ പരീക്ഷയുണ്ട്. ഫകാനൂ യസ്തഹിബ്ബൂന യുത്അമാനിൽ മയ്യിതി 7 അയ്യാം. അതിനാൽ 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് സഹാബത്ത് വലിയ പുണ്യകർമ്മമായി കണ്ടിരുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ദീർഘിച്ച ജീവിതം
ജീവിതമുണ്ടല്ലോ ശേഷം, ആ ജീവിതം ആർക്കാണ് സന്തോഷകരമാകുന്നത്? തഖ്വയുള്ളവർക്കാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തഖ്വാ ഹാഹുനാ, തഖ്വ ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം തീരെ ഉണ്ടാകാൻ പാടില്ല, അസൂയ ഉണ്ടാകാൻ പാടില്ല, വിദ്വേഷമുണ്ടാകാൻ പാടില്ല, വൈരാഗ്യമുണ്ടാകാൻ പാടില്ല. നല്ല തെളിഞ്ഞ മനസ്സായിരിക്കണം. എനിക്ക് രക്ഷപ്പെട്ടു പോകണം, എൻ്റെ കുടുംബത്തിന് രക്ഷപ്പെട്ടു പോകണം, എൻ്റെ അയൽവാസികൾ രക്ഷപ്പെടണം, എൻ്റെ നാട്ടുകാർ രക്ഷപ്പെടണം, എല്ലാവരും രക്ഷപ്പെടണമെന്നല്ലാതെ ആരോടും വൈരാഗ്യമോ വിദ്വേഷമോ ഇല്ലാത്ത മനസ്സ്. നിങ്ങൾ കേട്ടിട്ടില്ലേ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോ നാട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് മഹാനവറുൽ കാട്ടിലേക്ക് കയറും. കാട്ടിൽ കയറിയിട്ട് കുറെ വിറക് കെട്ടിയുണ്ടാക്കും. ബഹുമാനപ്പെട്ടവർ അതിന് തുനിയുമ്പോ കൂടെയുള്ള ശിഷ്യന്മാരെല്ലാം വിറക് വെട്ടും. കുറെ വിറകും കെട്ടുമായി നാട്ടിലേക്ക് വന്നിട്ട് ആ നാട്ടിൽ ഏത് പാവപ്പെട്ട ഉമ്മാമയാണുള്ളത്? ആരോഗ്യമില്ലാത്തവരാരാണുള്ളത്? സ്വന്തത്തിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവരാൻ കഴിയാത്ത ആരോഗ്യസ്ഥിതി പ്രയാസമുള്ളവരാരാണുള്ളത്? അവരെ വീടുകളിൽ വിറകെത്തിച്ചു കൊടുക്കുന്ന ഏർപ്പാട് അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ഇതുപോലെ സുബ്ഹാനല്ലാഹ് ആളുകളെല്ലാം കൂടി ഒരു നായയെ ആട്ടിയോടിച്ചു. കാരണം ആ നായക്ക് ശരീരമൊട്ടാകെ വ്രണമാണ്. ആ വ്രണമുള്ള നായയെ എല്ലാവരും ആട്ടിയോടിച്ചപ്പോ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങൾ ആ ആട്ടിന് താമസിക്കാൻ ഒരു ചെറിയ ടെന്റ് കെട്ടിക്കൊടുത്തു. എന്നിട്ട് നല്ല ചൂടുവെള്ളം കൊണ്ടുപോയി അതിനെ കുളിപ്പിച്ച് കഴുകി അതിന് മരുന്ന് വെച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, സാന്ത്വന പ്രവർത്തനം നമ്മുടെ SYS-ന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും SSF-ന്റെയും ഒക്കെ പ്രവർത്തകന്മാർ സാന്ത്വന പ്രവർത്തനം നടത്തുമ്പോൾ അവർക്ക് വലിയ മാതൃകയാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇബ്രാഹിമുൽ ബുസ്തി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അസൂയ കാരണത്താൽ മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തയച്ചു. ആ കത്തില് മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള കത്താണ്. കത്ത് കിട്ടിയപ്പോ കൂടെയുള്ള ആളോട് പറഞ്ഞ് വായിക്കുവാനേ എന്ന് പറഞ്ഞു. വായിച്ചപ്പോൾ അതിലുള്ളത് എന്താണ്? സുബ്ഹാനല്ലാഹ്, ഐ ആഗുറു എട കോങ്കണ്ണ, ഐ ദജ്ജാലു എട ദജ്ജാലേ, ഐ മുബ്തദിയു, ഓ മുബ്തദിയേ, യാമൻ ജമഅ ബൈന റിജാലി വന്നിസാ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ ഒന്നിച്ചിരുത്തുന്ന മനുഷ്യ. അങ്ങനെ പറഞ്ഞ് ഹത്താ ദക്കറൽ കൽബിന കൽബിന്റെ മോൻ കൽബേ എന്ന് വരെ പറഞ്ഞു. കൽബ് തന്നെ അർത്ഥം എല്ലാവർക്കും അറിയാലോ ഇല്ലേ? ഇപ്പോഴത്തെ കാലാണ്. ഞാൻ അതിന്റെ അർത്ഥം വെച്ചാൽ നാളെ ആരെങ്കിലും പകുതി മുറിച്ചിട്ട് ക്ലിപ്പാക്കിയിട്ട് പേരോടിതാ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. അങ്ങനത്തെ മനുഷ്യന്മാരുടെ കാലം. അള്ളാഹ് എല്ലാവരെയും നന്നാക്കട്ടെ. അപ്പോ കൽബിന്റെ മകൻ കൽബേ എന്ന് വരെ പറഞ്ഞു. സുബ്ഹാന ജല്ല ജലാലു വദക്കറ അസിയാഗത്ത്, ദേഷ്യം പിടിപ്പിക്കുന്ന എല്ലാ സംഗതിയും കത്തിലുണ്ട്. കത്തെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ അഹ്മദുൽ കബീർ റിഫാഈ പറഞ്ഞു, സദഖ ഫീമാ ഖാൽ ഖാല ജസാഹുല്ലാഹു അന്നി ഖൈറാ. പടച്ചവൻ അദ്ദേഹത്തിന് വലിയ പ്രതിഫലം കൊടുക്കട്ടെ. ആർക്ക്? ഈ ചീത്ത മുഴുവനും വിളിച്ചാളോട് ഒരു വിദ്വേഷവും ഇല്ല. എന്താണ് അവരെ മനസ്സ്? എന്നിട്ട് ചൊല്ലാണ്, ഫലസ്തൂബലി മൻ റമനി ബിരീബതി ഇദാ കുന്തു ഇൻദല്ലാഹി ഖൈറ മുരീബി. എന്നെ സംശയിച്ച് എന്തെല്ലാമോ പറയുന്ന ആളുകൾ, അവരെ പറയുന്നത് കൊണ്ട് എനിക്കൊന്നും വരാനില്ലല്ലോ. ഞാൻ എൻ്റെ പടച്ചറപ്പിന്റെ അടുക്കൽ നന്നായാൽ പോരേ എന്ന് പറഞ്ഞു. കത്ത് കൊണ്ടുവന്ന ആളോട് പറഞ്ഞു, പോല്ല, ഞാനൊരു മറുപടി എത്തിരുന്നുണ്ട്, അത് വാങ്ങിയിട്ട് പോയാൽ മതി. അതിലെന്താ എഴുതിയത്? ഇലാ സയ്യിദി ശൈഖ് ഇബ്രാഹിമുൽ ബുസ്തി, എൻ്റെ നേതാവായ ശൈഖ് ഇബ്രാഹിമുൽ ബുസ്തി
മിൻ ഹാദൽ അസീ ഹുമൈദ്, ഒന്നിനും കൊള്ളാത്ത ഹുമൈദ് എഴുതുന്നു. വലിയ ശൈഖായ ഇബ്രാഹിം ബുസ്തിക്ക് എഴുതുന്നു, അമ്മാ ഖൗലുക്കല്ലദീ ദക്കർതഹു, നിങ്ങൾ എന്നെപ്പറ്റി പറഞ്ഞ കുറേ വിഷയങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഫൈനല്ലാഹു തആല ഖലഖനീ കമാ യശാ, പടച്ചവൻ ഉദ്ദേശിച്ച പോലെ അല്ലാഹ് എന്നെ പടച്ചിരിക്കുന്നു. വാസ്കന ഫീമാ യശാ, അവൻ ഉദ്ദേശിച്ചതിൽ അല്ലാഹ് എന്നെ ഇരുത്തിയിരിക്കുന്നു. വഇന്നീ ഉരീദു മിൻ സദഖാതിക തദ്ഉലീ, നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട സംഭാവന നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. വലാത്ത് ഫല്ലിയമീ മിൻ ഹില്ലിക്ക്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെടണേ. ഈ ചീത്ത മുഴുവനും എഴുതിയ ഇബ്രാഹിം ബുസ്തിക്ക് മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ തങ്ങൾ മറുപടി എഴുതുന്നു. ആ മറുപടി കിട്ടിയപ്പോൾ അതാ ഇബ്രാഹിം ബുസ്തിക്ക് പിന്നെ മാനസികമായ ശരിയായ നിലയുറപ്പില്ല, മനസ്സിന്റെ നില തെറ്റിപ്പോയി. ഇത്രയും വലിയ ഒരു മഹാനയല്ലേ ഞാൻ പറഞ്ഞു പോയത് സുഹൃത്തുക്കളെ. അതാണ് ശരിയായ തഖ്വയുടെ അങ്ങേ തല. ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. അതോടുകൂടെ തന്നെ അതാ പടച്ചവന്റെ വെള്ളം കുടിച്ചല്ലേ ജീവിക്കുന്നത്, അവന്റെ ഭക്ഷണം കഴിച്ചല്ലേ ജീവിക്കുന്നത്, അവൻ തന്ന ഹാർട്ടല്ലേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അവൻ തന്ന കിഡ്നിയല്ലേ വർക്ക് ചെയ്യുന്നത്, അവൻ തന്ന ബ്രെയിനല്ലേ വർക്ക് ചെയ്യുന്നത്, അവൻ തന്ന കരളല്ലേ വർക്ക് ചെയ്യുന്നത്. അവൻ തന്നതല്ലാതെ ഒന്നുമില്ലല്ലോ. ഇന്ന് തന്നെയും വന്ന് പലരും ദുആ ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ എൻ്റെ അനുജന്റെ വീട്ടിൽ ഒരു വിവാഹ വീട്ടിൽ കടന്നു ചെന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കൂടെ വന്നിട്ട് പറഞ്ഞു, ഉമ്മക്ക് സുഖമില്ല, ഓ ഉസ്താദേ ഒന്ന് ദുആ ചെയ്യണേ, ക്യാൻസർ ആണെന്നാ പറയുന്നത്, പ്രാർത്ഥിക്കണേ, പടച്ചറബേ ആ പെണ്ണിന് നീ ശിഫ നൽകണേ അല്ലാ, അതുപോലെ ഏത് രോഗമുള്ളവർക്കും നീ ശിഫ നൽകണേ അല്ലാ. എൻ്റെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, കാരണവന്മാരെ, ഉമ്മമാരെ, എല്ലാ സെക്കൻഡിലും നമ്മളെ മനസ്സിൽ ഓർമ്മ വേണം, എൻ്റെ ബ്രെയിന് നിയന്ത്രിക്കുന്നത് റബ്ബാണ്, എൻ്റെ കിഡ്നി നിയന്ത്രിക്കുന്നത് റബ്ബാണ്, എൻ്റെ കരള് നിയന്ത്രിക്കുന്നത് റബ്ബാണ്, എൻ്റെ ഹാർട്ട് നിയന്ത്രിക്കുന്നത് റബ്ബാണ്. ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ എൻ്റെ ശരീരത്തിൽ ഏത് നാഡി നരമ്പുകളാണ് ചലിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ റബ്ബതെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുകയാണ്, ഞാൻ സംസാരിക്കുകയാണ്, എൻ്റെ കഴിവല്ലല്ലോ, എല്ലാ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ആ റബ്ബ് നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി അങ്ങ് നിർവഹിക്കണം, റബ്ബ് വിരോധിച്ചങ്ങ് കൈയൊഴിക്കണം. അതല്ലേ തഖ്വ എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയട്ടെ, സുബ്ഹി ഖളാകാതെ നിസ്കരിക്കണം, 5 നേരവും കൃത്യമായി നിസ്കരിക്കണം. ഒരു നേരത്തെ നിസ്കാരം ഖളാക്കി കൂടാ. റബ്ബ് തന്ന ബ്രെയിനും റബ്ബ് തന്ന കരളും റബ്ബ് തന്ന കിഡ്നിയും ഹാർട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ആ റബ്ബല്ലേ അവന്റെ മുമ്പിൽ ഒരു 5 നേരം സുജൂദ് ചെയ്യാൻ, അതേ ആ റബ്ബിനോട് സംഭാഷണം നടത്താൻ അവന്റെ ഹബീബായ നബിയെ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്നൊരു സലാം പറയാൻ. അങ്ങനെയുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ടല്ലോ നിസ്കാരത്തിന്. ആ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം, മറ്റ് നിർബന്ധങ്ങളെല്ലാം കൊടുക്കണം, നിർവഹിക്കണം. സക്കാത്ത് കൊടുക്കേണ്ടവരത് കൊടുക്കണം, ഹജ്ജ് ചെയ്യേണ്ടവര് ഹജ്ജ് ചെയ്യണം, നോമ്പെടുക്കേണ്ടവര് നോമ്പെടുക്കണം, കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരോട് വലിയ ബഹുമാനം പ്രകടിപ്പിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം. ഒരിക്കലും ഭാര്യയെ ചീത്ത വിളിച്ച് പോകരുത്. ഒരിക്കലും ഭാര്യയുടെ മനസ്സിന് സമാധാനമുണ്ടാകുന്ന വാക്കല്ലാതെ അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്കും നമ്മുടെ നാവിൽ നിന്ന് വന്നു പോകരുത്. സ്വന്തം ബാപ്പ ഉമ്മയുടെ പൊരുത്തമില്ലാതെ അല്ലാഹുവിന്റെ പൊരുത്തം ലഭിക്കൂല. അതുകൊണ്ട് ബാപ്പ ഉമ്മയെ നന്നായി പരിഗണിക്കണം. അതുപോലെ അമ്മാമ
മാമനെ പരിഗണിക്കണം. ഉമ്മാന്റെ ചേട്ടത്തി, അനുജത്തി, അപ്പന്റെ ചേട്ടൻ, അനുജൻ തുടങ്ങിയ കുടുംബങ്ങളെയൊക്കെ നന്നായി പരിഗണിക്കണം. തൊട്ടടുത്ത വീട്ടിൽ മുസ്ലിമോ അമുസ്ലിമോ ആരാണെങ്കിലും നമ്മളെ കൊണ്ടവർക്കൊരു ശല്യമുണ്ടാകരുത്. കഴിവിന്റെ പരമാവധി ഉപകാരം ചെയ്തു കൊടുക്കണം. അതുപോലെ നമ്മൾ ഒരിക്കലും അല്ലാഹു തആല നമുക്ക് തേന് തന്നില്ലേ, പാല് തന്നില്ലേ, ചായ തന്നില്ലേ, കാപ്പി തന്നില്ലേ, നൂറുകണക്കിന് ജ്യൂസ് തന്നില്ലേ, ആരോഗ്യത്തിന് ഗുണകരമായതൊക്കെ റബ്ബ് തന്നില്ലേ? ആരോഗ്യത്തിനും മനസ്സിനും അപകടം വരുത്തുന്ന ലഹരി പറ്റില്ലെന്നല്ലേ റബ്ബ് വിരോധിച്ചത്? ആ ലഹരി ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. പിശാചിന്റെ മ്ലേച്ഛ വസ്തുക്കൾ ഉണ്ടല്ലോ, മാലിന്യമുണ്ടല്ലോ, നമ്മളെ നരകത്തിലേക്ക് നയിക്കുന്ന പിശാച്. ഖുർആനിൽ റബ്ബ് പറഞ്ഞില്ലേ, ഇന്ന ശൈത്താന ലക്കും അദുവ്വ ഫത്തഖിദൂഹു അദുവ്വാ. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. ആ ശത്രുവിനെ നിങ്ങൾ ശത്രുവായി കാണണേ. ആ ശൈത്താൻ നമ്മളെ ചിലപ്പോൾ ലഹരി ഉപയോഗിക്കാൻ വിളിക്കും, കഞ്ചാവടിക്കാൻ വേണ്ടി വിളിക്കും. നമ്മളതിൽ പോയി പെട്ടുപോകരുതേ. ഇന്നമൽ ഖൈറു ഖംറു വൽ മൈസിറു. അതുപോലെ തന്നെ ചൂതാട്ടമുണ്ടല്ലോ, അത് ലോട്ടറിയാണെങ്കിലും ശരി, ഓൺലൈനിലാണെങ്കിലും ശരി, ഓഫ്ലൈനിലാണെങ്കിലും ശരി. സുബ്ഹാനല്ലാഹ്, പലരുടെയും പണം കൊടുത്ത് അവസാനം നറുക്കിട്ട് ഒരുത്തൻ എല്ലാവരും കൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടുന്നു. പച്ച ഹറാമല്ലേ? അത് ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും അല്ലാഹ് പറയുന്നു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അതെല്ലാം ശൈത്താനിന്റെ പടിയാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. അപ്പൊ പിന്നെ തഖ്വയില്ലാതെയായിപ്പോയി. അള്ളാഹുവിനെ അനുസരിച്ച് അവനെ ഭയന്ന് അവൻ നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന നിലയ്ക്ക് ജീവിക്കണം. ഈ പണം ഉണ്ടല്ലോ, വല്ലാത്തൊരു സംഗതിയാണ് പണം. ആവശ്യമാണ്, പക്ഷേ അത് ഹലാലായ നിലക്ക് മാത്രം സമ്പാദിക്കണം. നബി തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളാകുമ്പോൾ ഒരു കാലഘട്ടം വരും, മനുഷ്യൻ വില വെക്കൂല. അവൻ എങ്ങനെയാണ് അവൻ സമ്പാദിക്കുന്നത്? അമിനൽ ഹറാമി അമിനൽ ഹലാൽ, ഹലാലോ ഹറാമോ നോക്കൂല. പണം കിട്ടണം, പൈസ കിട്ടണം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു കാലം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹലാലല്ലാത്ത വഴിയിൽ ലോട്ടറിയിലൂടെയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചൂതാട്ടത്തിലൂടെയോ അല്ലെങ്കിൽ പഴയ കാലത്തുണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ ചട്ടി കളിയുന്നൊരു പരിപാടി, ഒരു ഉണ്ട ചട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുക, അതിനിങ്ങനെ ആൾക്കാർ പൈസ ഇടുക, ഇങ്ങനൊരു പരിപാടി ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ പ്രൈസ് പറിക്കുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിങ്ങനെ പ്രൈസ് പറിക്കുക, ഒരാൾക്ക് പൈസ കൂടുതൽ കിട്ടും, ബാക്കിയിലെല്ലാം പോകും. ഇങ്ങനത്തെ എല്ലാ പരിപാടിയും അല്ലാഹു ഹറാമാക്കിയതാണ്. നമ്മൾ ഹലാലിലൂടെ മാത്രം സമ്പാദിക്കണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ മഹാനവറുകളുടെ കുതിരയുണ്ട്, കുതിരയുടെ കടിഞ്ഞാണ് ഒരാളെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഈ കുതിരനെ കുറച്ച് സമയം നീ നോക്കും, എനിക്കൊരു ചെറിയ പണി, ഞാൻ തിരിച്ചു വരാം. അപ്പൊ അയാള് കുതിരന്റെ കടിഞ്ഞാണ് വാങ്ങി കൈ പിടിച്ച് അങ്ങനെ കാത്തു. അലി റളിയല്ലാഹു അൻഹു പോയി. അങ്ങോട്ട് കാണുന്ന ദൂരത്തിന്റെ അപ്പുറത്തിയപ്പോ ഇയാളെ മനസ്സിൽ തോന്നി, ഈ കടിഞ്ഞാണ് ഞാൻ വല്ല കട്ടെടുത്തിട്ട് വിറ്റാൽ എനിക്ക് പൈസ കിട്ടില്ലേ. അയാൾ ഈ കടിഞ്ഞാണ് കട്ടിട്ട് പോയി വിൽക്കാന്. ഹരീറുദാന് തിരിച്ചു വന്ന് നോക്കുമ്പോ കുതിര അവിടെ ഉണ്ട്. കുതിരനെ നോക്കാൻ നിർത്തിയ ആളില്ല. കാരണം ഈ കുതിരക്ക് ഹരീറുദാഹുവിനെ നല്ല പരിചയമുണ്ട്, മറ്റേ കുതിരക്ക മനുഷ്യ കുതിരക്ക വിവരമില്ലാത്ത ആ മനുഷ്യ കുതിര പോയി കളഞ്ഞിരിക്കുന്നു, കട്ടിട്ട് പോയി കളഞ്ഞു. ഹരീറുദാഹുവിന്റെ അടുത്തുള്ള ആളോട് പറഞ്ഞു, ഞാന് ആ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ചിരിക്കാൻ പറഞ്ഞ ആളോട് അയാൾ പറഞ്ഞപ്പോ സ്വമേധ അയാൾ തയ്യാറായപ്പോ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി. അപ്പൊ ഞാൻ അയാൾക്ക് 2 ദിർഹം അല്ലെ 2 ദീനാറ് അയാൾക്ക് ഒരു പ്രസന്റേഷൻ കൊടുക്കണം എന്ന് വിചാരിച്ച് എന്റെ കീശയിലെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ കാണുന്നില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്ത് നീ പോയിട്ട് പുതിയ കടിഞ്ഞാണ് വാങ്ങിക്കൊണ്ട എന്ന് പറഞ്ഞിട്ട് പൈസ എടുത്തിട്ട് ഹരീറുല്ലാഹിന് ഒരാളെ കൈ കൊടുത്തു. അയാൾ അങ്ങാടി പോയി കടിഞ്ഞാണ് വാങ്ങാൻ ചെന്ന് നോക്കുമ്പോ ഈ ചങ്ങാതി ഉണ്ട് കടിഞ്ഞാണ് വിൽക്കാൻ നിൽക്കുന്നത്. ഏത് കട്ടുണ്ടോ കടിഞ്ഞാണ് വിൽക്കാൻ നിൽക്കുന്നുണ്ട്. ഇയാൾ ചോദിച്ചതിനൊക്കെ റുപ്യ 2 റുപ്യ 2 ദിർഹം വേഗം കൊടുത്തിട്ട് കടിഞ്ഞാണ് ഇങ്ങോട്ട് വാങ്ങി. അത് കൊണ്ടുവന്ന് അലിറുല്ലാഹിന് കൊടുത്തു. അലിറുല്ലാഹിന് നോക്കുമ്പോൾ പഴയ കടിഞ്ഞാണാണ്.
എന്താണ് മനുഷ്യന്മാർ ഒരു ഹാല് നോക്ക്. അള്ളാഹു നിശ്ചയിച്ചതേ ഒരാൾക്ക് കിട്ടുള്ളൂ. പക്ഷേ ചിലർക്ക് ഹലാലായ നിലക്ക് കിട്ടിയാൽ പറ്റില്ല, ഹറാമായ നിലക്ക് കിട്ടാൻ. എന്തായാലും ഞാൻ വെറുതെ കൊടുക്കാൻ വിചാരിച്ചവർ രണ്ട് ഇയാൾക്ക് അട്ടിട്ടാ സമ്പാദിച്ചത്. അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാര്. ഹലാലിലൂടെ മാത്രമേ സമ്പാദിക്കൂ എന്ന് ഉറപ്പിച്ചു വെക്കണം. അതുപോലെ ഭാര്യാഭർത്താക്കന്മാര് തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ഒരു നിലക്കും മനുഷ്യൻ അവന്റെ കാമവികാരം വികാരം ശമിപ്പിക്കാൻ ഖുർആൻ അനുമതി നൽകിയിട്ടില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ഒരു നിലക്കും പാടില്ല. പച്ച ഹറാം. നമ്മൾ തഖ്വയുള്ളവരായി ജീവിക്കണം. പടച്ചവൻ നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. മരണത്തിന്റെ സമയമറിയില്ല, ഏത് സമയത്താണ് മരണമെന്നറിയില്ല. ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ സംസാരിക്കുന്ന ഈ മൈക്ക് സെറ്റിന് ഗ്യാരണ്ടി ഉണ്ടാകും, പക്ഷേ ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ടവന് ഗ്യാരണ്ടി ഇല്ല. സംസാരിക്കുന്ന എനിക്ക് ഗ്യാരണ്ടി ഇല്ല, ഇരുന്ന് കേൾക്കുന്ന നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല. ഏത് സമയത്താണോ മലക്കുൽ മൗത്ത് വരുന്നത് ആ സമയത്ത് മരിക്കുകയല്ലാതെ നിർവാഹമില്ല. ഒരു അമേരിക്കയുടെ പ്രസിഡന്റിനും ഒരു റഷ്യയുടെ പ്രധാനമന്ത്രിക്കും ലോകത്ത് ഒരു രാജാവിനും അവരായുസ്സെത്തിയാൽ അവിടെ സമയം കിട്ടൂല. പടച്ചവൻ നിശ്ചയിച്ച സമയത്ത് എല്ലാവരും മരിക്കും. ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്നവനാണ് മുത്തഖിയായ മനുഷ്യൻ, തഖ്വയുള്ള മനുഷ്യൻ. അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. തഖ്വയുള്ളവരുടെ കൂടെയാണ് അല്ലാഹ്, ഈമാനുള്ളവരുടെ കൂടെയാണ് അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു അവർക്ക് വലിയ സഹായം നൽകുന്നു. ഇതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ വഅദ് പറയാൻ നിന്നാൽ ബഹുമാനപ്പെട്ടവർക്ക് അന്നത്തെ കാലത്ത് മൈക്ക് സെറ്റില്ല. പക്ഷേ അവരവന്റെ വീട്ടിലിരുന്നാലും നാട്ടിന്റെ ഏത് മൂലയിലിരുന്നാലും അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ വഅദ് പറയുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വഅദ് കേൾക്കുന്നു. മൈക്ക് വെച്ചിട്ടല്ല, പടച്ചവൻ കൊടുത്ത പവറാണ്. ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞില്ലേ, കഅബ നിർമ്മിച്ചതിന് ശേഷം അതിൻ ഫിന്നാസി ബിൽ ഹജ്ജി യതൂക റിജാലം വഅലാ കുല്ലി ആമിരിൻ യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം നബിയെ നിങ്ങൾ ഹജ്ജിനെ വിളിച്ചോ. ആ വിളി കേൾപ്പിച്ചതാരാണ്? അല്ലാഹു കേൾപ്പിച്ചതിനാൽ എടക്കാടും കണ്ണൂരും തോട്ടടയും ഒക്കെയുള്ള മനുഷ്യന്മാർ, അതേ അവരുടെ ശരീരം ഇവിടെ വരുന്നതിന്റെ മുമ്പ് 4000-ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി വിളിച്ച വിളി കേട്ട് ഇപ്പോൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ഉത്തരം ചെയ്ത് പോകുന്നത് കാണുന്നില്ലേ? കേൾവിക്ക് ഉത്തരം അതാ ഏത് വാക്കും കേൾപ്പിക്കുന്നവൻ അല്ലാഹു അല്ലേ? ആ റബ്ബ് സുബ്ഹാനഹു വ തആല അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് കൊടുത്ത കറാമത്തായിരുന്നു. അവിടുന്ന് വഅദ് പറയുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലുള്ളവരും കേൾക്കുന്നു. എത്രയോ കറാമത്തുകൾ ഉണ്ടായ മഹാനാണ് അഹ്മദുൽ കബീർ റിഫായി. അല്ലാഹുവേ, അവിടുത്തെ അനുസ്മരിക്കുന്ന ഈ സദസ്സ് ഈ ദുആക്ക് ഉത്തരമുള്ള മജ്ലിസ് ആക്കണം. അല്ലാഹ്, ഞങ്ങളെ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് മാപ്പാക്കണം. അല്ലാഹ്, നീ പൊരുത്തപ്പെട്ട അടിമകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. അല്ലാഹ്, ഈ പരിപാടി സംഘടിപ്പിച്ച SYS-ന്റെയും SSF-ന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും പ്രവർത്തകർ, അവരോട് സഹകരിച്ച് ഇവിടെ സാന്ത്വന പ്രവർത്തനങ്ങളും സെന്ററും ഒക്കെ നിർമ്മിക്കാനും സഹായിച്ചവർ, സഹായിക്കുന്നവർ എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ. അല്ലാഹ്, ഈ മജ്ലിസിൽ വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, അവർക്കെല്ലാവർക്കും ഹൈറായ സന്താനങ്ങളെ നൽകണം. അല്ലാഹ്, അവരുടെ മക്കളിലും കുടുംബത്തിലും ഭർത്താക്കന്മാരിലും നീ ബറക്കത്ത് നൽകണേ. അല്ലാഹ്.